ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുമ്മാ വീഡിയോ ഒന്നുമില്ല, നമ്മളെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചുമ്മാ ഒരു വിശേഷം പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ മാമൻ്റെ വീട്ടിൽ കാന്താരി പറിക്കാമെന്നതാണ്. കാന്താരി എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ ഒരു കാന്താരിയുടെ മൂട്ടിൽ തന്നെ ഒരു 1000 കാന്താരി പൂത്തിറങ്ങിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് കണക്കാണ് അവസ്ഥ. പറിച്ചാലും തീരില്ല. ഞങ്ങൾ പറിച്ച് വാരുവാണ്. ജൂലി നമ്മളെ പുറകെ നടക്കുക കേട്ടോ. ജൂലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പ്രസവിച്ച പട്ടിയില്ലേ, 5 കുട്ടികളുണ്ടായിരുന്നു. 3 കുട്ടികളെ ആരോ കൊണ്ട്, ഇനി 2 കുട്ടികളേ ഉള്ളൂ. 2 കുട്ടികളെ ഇപ്പുറത്ത് വീട്ടിൽ കൊണ്ട് വച്ചിരിക്കുവാണ് അവൾ. ഞാൻ കുട്ടികളെ കാണിച്ചു തരാം കേട്ടോ, നല്ല കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ മഴക്കാറുണ്ട്, മഴ പെയ്ത് തോന്നു, പിന്നെയും മഴക്കാർ ശരിക്കുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെ. ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലെയൊക്കെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു. ദാണ്ടെ കാന്താരിയാണെങ്കിൽ പറിച്ചിട്ടും തീരുന്നില്ല. പിന്നെയും പറിക്കാനുണ്ട്. ദേവുട്ടി അവിടെ നിന്ന് കൊട്ടേഷൻ വിടുന്നുണ്ട് കേട്ടോ. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കപ്പയ്ക്കായാലും കുമ്പളങ്ങയായാലും പയറുവർഗ്ഗങ്ങളായാലും ചീരയായാലും കത്രിക്കയായാലും കോവയ്ക്കായാലും പച്ചമുളകായാലും അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എനിക്കും കൂടെ തരാറുണ്ട്. അവിടെ നിന്നാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ലേ, അവിടെ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ ഞാൻ എടുക്കുന്നതെന്ന്. ശരിക്കും സാധനങ്ങളുണ്ട്. കണ്ട കുമ്പളങ്ങ വിളഞ്ഞ് പാകമായി കിടക്കുവാണ്. മാമിയും ഞാനും കൂടെ നിന്ന് പറിക്കുവാണ്. പറിച്ചിട്ടും തീരുന്നില്ലായിരുന്നേ, അത്രയ്ക്കുണ്ടായിരുന്നു. പയർ കണ്ടോ, പയർ മൊത്തം മയിൽ കൊത്തിക്കൊണ്ടു പോവുകയാണേ. പയറും എന്തുണ്ടെങ്കിലും മയിലിൻ്റെ ശല്യം ഭയങ്കരമാണ്. പിന്നെ കുരങ്ങൊക്കെ ഉണ്ട്. മയിൽ പിന്നെ ഭയങ്കര ശല്യമാണ്. അങ്ങോട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ കണ്ണി പൊട്ടി ഇറങ്ങുമ്പോഴേ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകും. മയിലിൻ്റെ ശല്യമൊക്കെ ഭയങ്കരമാണ്. പിന്നെ കോവയ്ക്ക് ഇപ്പോൾ വിളവെടുത്തതേ ഉള്ളൂ. കോവയ്ക്ക് ഇനിയും ഉണ്ട്, ശരിക്കുണ്ട്. പിന്നെ പച്ചമുളകും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കോവയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് വിഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്. ചുമന്ന ചീരയുണ്ട്, വെള്ളച്ചീരയും ഉണ്ട്. കോവയ്ക്ക് വേണ്ട പാകമായി നിൽപ്പുണ്ട്. കോവയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോവയ്ക്ക് നിങ്ങൾക്കൊക്കെ കോവയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ അവിടെ റബ്ബർ മുറിച്ച ആ ഒരു 15 സെൻറ്റിനകത്ത് എല്ലാം നട്ടിട്ടുണ്ട്, എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. മാവും വഴുതനങ്ങയും കത്രിക്കയും പറങ്ങാമാവ് അങ്ങനെ എന്ന് വേണ്ട സകല സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, വെള്ളച്ചീര, ചുമന്ന ചീര, അങ്ങനെ കത്രിക്ക തന്നെ പല സൈസുണ്ട്. തക്കാളി, പിന്നെ പ്ലാവ്, വരിക്കപ്ലാവ്. എൻ്റെ വീടാണ് ആ കാണുന്നത് കണ്ടോ. തൊട്ടപ്പുറവും ഇപ്പുറവുമാണ്. എൻ്റെ പൂച്ചകളൊക്കെ തന്നെ എൻ്റെ പിറകെ നടക്കുവാണ്. പൂച്ചകളൊക്കെ പിറകെ വന്നിട്ടുണ്ട്. പിന്നെ പന്നി ഓടിക്കാനാണ് കണ്ടോ. അതിനകത്ത് പൂവിനകത്ത് പന്നി ശല്യം ഭയങ്കര ആയതുകൊണ്ട് രാത്രി ലൈറ്റ് ഇട്ടേക്കും. പന്നികളെ ഓടിക്കാനാണ്. കാന്താരി കണ്ടോ, ഒരു ലോഡ് കാന്താരി ഉണ്ട്. ഇനി ഇങ്ങനെയുണ്ടോ കാന്താരി? അപ്പോൾ ഈ വീഡിയോ ചുമ്മാ ഒരു വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.